സുഹൃത്തുക്കളെ നമസ്കാരം. ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം അടുക്കുമ്പോൾ ഗാന്ധിജി യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് നൽകിയ സംഭാവന എന്താണ്, അതിൻ്റെ പ്രസക്തി എന്താണ്, അതും ഇരുപതാം നൂറ്റാണ്ടിലെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അല്ലെങ്കിൽ പൊതു ആപേക്ഷികത സിദ്ധാന്തവും ലോകത്തെ ഇന്നേ വരെയുള്ള മനുഷ്യ ദർശനത്തെ എങ്ങനെ ബാധിക്കുന്നു, അത് ഭാവി കാലങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ സ്വാധീനം ചെലുത്തുമോ, അതിന് വല്ല പ്രസക്തി ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എൻ്റെ മാത്രം ഒരഭിപ്രായമാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് ആരുടെ മേലും അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് തന്നെയാണ് ശരി, ഇതിലപ്പുറം വേറെ ഒരു ശരിയില്ല എന്ന് ഞാൻ കണക്കാക്കുന്നു, അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നും വിചാരിക്കരുത്. അല്ല, ഇങ്ങനെയും ഒരഭിപ്രായമുണ്ട് എന്ന് താല്പര്യമുള്ളവർ മാത്രം അത് മനസ്സിൽ വെച്ചാൽ മതി. ഈ പല അഭിപ്രായങ്ങളുണ്ടാവും, അതിൽ ശരിയായത് നിലനിൽക്കും എന്നേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ 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 ശരിയിലേക്ക്, ശാസ്ത്രീയ ബോധത്തിലേക്ക് ആണ് മനുഷ്യൻ്റെ പ്രയാണം കാണുന്നത്. അത് മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോഴെങ്കിലും അത് പുരോഗമനമാണ്. ഒരു ചക്രം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നോക്കുക. ചക്രത്തിലായിരുന്നു തുടക്കം, അത് യന്ത്രങ്ങളായി, യന്ത്രങ്ങളിൽ നിന്ന് പിന്നെ മറ്റെവിടേക്കേ എത്തി, ഇലക്ട്രോൺസായി, പ്രോട്ടോൺസായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റായി, എന്തൊക്കെ അങ്ങനെ. പക്ഷെ അത് അതിൻ്റെ സ്വാഭാവികമായ കാലികമായ പ്രയാണത്തിൽ, അതായത് സമയപ്രവാഹത്തിൽ അതിനുണ്ടാവുന്ന വികാസം തന്നെയാണ്. അപ്പം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗാന്ധിജിയുടെ ചികിത്സ, ഗാന്ധിജി അതിനെ പ്രകൃതി ചികിത്സ എന്നാണ് പറഞ്ഞത്. പ്രകൃതി ചികിത്സ എന്ന ഗാന്ധിജി പറഞ്ഞ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും വളരെ കൂടുതൽ വികസിച്ചു വന്ന ഒരു മേഖലയാണ് പ്രകൃതി ചികിത്സ എന്ന പ്രകൃതിയുടെ ചികിത്സ. പ്രകൃതി ചികിത്സ എന്നതും ബാക്കിയുള്ള എല്ലാ ചികിത്സകളും തമ്മിൽ സമാനമാണ്. നേരെ മറിച്ച് പ്രകൃതിയുടെ ചികിത്സ എന്ന് പറയുന്നത് മറ്റൊന്നാണ്, അത് മനുഷ്യൻ്റെതല്ല. പ്രകൃതി ചികിത്സ മനുഷ്യൻ്റെതാണ്. നേച്ചുറോപ്പതി എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ പതികളെയും പോലെ തന്നെ, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, നേച്ചുറോപ്പതി എന്ന് പറയുന്നത് പോലെ ഉള്ള ഒന്നാണ് ചികിത്സകൾ. ഈ ചികിത്സ നേരെ മറിച്ച് പ്രകൃതിയുടെ ചികിത്സയെ നിങ്ങൾ ഒരിക്കലും മനുഷ്യൻ്റെ ചികിത്സയായിട്ട് കാണരുത്. അത് പ്രകൃതിയുടെ ചികിത്സയാണ്, അല്ലെങ്കിൽ കാലത്തിൻ്റെ ചികിത്സയാണ്. പ്രകൃതി എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ
സാമാന്യ ആപേക്ഷികതയിലെ 4-ാം മാനമായ മാറ്റം, അല്ലെങ്കിൽ കാലം, അല്ലെങ്കിൽ സമയം, അതിൻ്റെ സ്വാഭാവികമായ മാറ്റങ്ങൾ, സ്വാഭാവികമായ പരിസ്ഥിതിയിൽ അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് ഉത്തരോത്തരം നമ്മുടെ കാലത്തിനനുസരിച്ച് അതിൻ്റെ ശോഭ വികസിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പണ്ടത്തെ നമ്മളെ ദൈവവിശ്വാസം എങ്ങനെ ദുരുപയോഗം ചെയ്ത് മതങ്ങൾ ആധിപത്യം പുലർത്തിയിരുന്നോ അതേ സമാനമായ ഒരു രീതിയിൽ രോഗചികിത്സ എന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും മനുഷ്യൻ്റെ സയൻസും ശാസ്ത്രവുമാണെന്നും, ഏതുപോലെ ദൈവം എന്നത് ഞങ്ങളുടെ വെറുതെയുള്ള അല്ലെങ്കിൽ ഞങ്ങളായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണെന്ന് പറഞ്ഞിട്ട് പുരോഹിതന്മാർ 2000 കൊല്ലമായിട്ട് എങ്ങനെയാണോ സമൂഹത്തെ ചൂഷണം ചെയ്തത്, അത് ഈ ചികിത്സ അല്ലെങ്കിൽ രോഗം എന്ന മനുഷ്യൻ്റെ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങളാണ് ഏറ്റവും ശാസ്ത്രീയമായത് എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ചികിത്സ. നേരെ മറിച്ച് പ്രകൃതിയുടെ ചികിത്സ എന്ന് പറയുന്നത് അതല്ല. അതിൽ മനുഷ്യന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഉണ്ട്. ആ റോൾ എന്താണ്? വളരെ സീരിയസ് ആയിട്ടുള്ള റോളുണ്ട്. അതെന്താണ്? അത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി അതിനോട് സമരസപ്പെട്ട് അതിൻ്റെ കൂടെ നീങ്ങാനുള്ള പരമാവധി പ്രകൃതിയെ ബാഹ്യമായ അക്രമങ്ങളിൽ നിന്നും ബാഹ്യമായ സ്വാധീനത്തിൽ നിന്നും മുക്തമാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോഴേ പ്രകൃതിയിലാവും. പ്രകൃതിയുടെ മടിത്തട്ട് എന്ന് പറഞ്ഞാൽ പരമാവധി മനുഷ്യൻ്റെ ഇടപെടൽ ഒഴിവാക്കി അങ്ങനെ തന്നെ നിലനിൽക്കുക. അതിൻ്റെ സൂചനകൾ ഈ ശാസ്ത്രത്തിൻ്റെ വികാസത്തോടു കൂടി ഉണ്ടായത് നമുക്ക് കാണാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഹെബർട്ട് ഷിൽട്ടൺ പോലുള്ളവരൊക്കെ ഓർത്തോപ്പതി എന്ന ഒരു ചികിത്സാ സമ്പ്രദായം, ഓർത്തോപ്പതി എന്ന് പറഞ്ഞാൽ രോഗം തന്നെ ചികിത്സ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അതിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വളരെ പ്രശസ്തമായ വളരെ വിപുലമായ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എത്രയോ ഉണ്ട്, ഹെബർട്ട് ഷിൽട്ടൺ. അപ്പോൾ അവരുടേതായ കുറേ ഒരു റെബലുകൾ എന്ന് തന്നെ പറയാം. അവരൊക്കെ സാധാരണ രീതിയിലുള്ള ആധുനിക പാശ്ചാത്യ ചികിത്സകരായിരുന്നു, അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ആൾക്കാരായിരുന്നു അക്കാലത്തെ. അവർ അതിൽ നിന്ന് മാറിയിട്ടുള്ള റെബലുകളായിട്ട് അവരുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനം ഉണ്ടായതാണ് ഓട്ടോഫാഗി എന്ന ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ്റെ
2015 നൊബേൽ പ്രൈസ് കിട്ടിയ മെഡിക്കൽ സയൻസിന് നൊബേൽ പ്രൈസ് കിട്ടിയ ഓട്ടോഫാഗി. അതിലൊക്കെ ഉള്ള പ്രത്യേകത അതൊക്കെ ഒരു സൂചനകൾ മാത്രമാണ്. അതായത് ഓട്ടോഫാഗിയിലായിക്കോട്ടെ ഓർത്തോപ്പതിയിലായിക്കോട്ടെ, ഓട്ടോഫാഗി എന്നത് സ്വയം തീറ്റ എന്നാണ്. അതായത് മനുഷ്യന് ആഹാരം അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ എങ്ങനെ ശരീരം സ്വയം അതിൻ്റെ പ്രകൃതിയുടെ മടിത്തട്ടിലാവുന്നു, അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ശരീരത്തിന് സ്വയം രോഗങ്ങൾ ഇല്ലാതാക്കാൻ, രോഗങ്ങളെ മറികടന്ന് ആരോഗ്യത്തിലേക്ക് കുതിക്കാൻ കഴിയും എന്നതാണ് ഈ ഓട്ടോഫാഗിയുടെ ഒരു കണ്ടെത്തലും തത്വവും. അതിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. നിങ്ങൾക്ക് ഏതൊരാൾക്കും ഇപ്പോൾ ഈ കാലത്ത് ഇതൊരു പ്രയാസമുള്ളതല്ല. ഗൂഗിളിൽ നിങ്ങൾക്ക് ഓട്ടോഫാഗി എന്ന് അടിച്ചാൽ തന്നെ അതിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടിക്കൊള്ളും. ഓട്ടോഫാഗി, സ്വയം തീറ്റ. ഫാഗി എന്ന് പറഞ്ഞാൽ തീറ്റ, ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം, സ്വാഭാവിക തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുള്ളൂ വെച്ചാൽ നിങ്ങൾ തീറ്റ നിർത്തിയാൽ, അതായത് നിങ്ങൾ സ്വന്തമായിട്ട് തീറ്റ കൊടുക്കുന്നത് നിർത്തിയാൽ പ്രകൃതി അതിന് അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വസ്തുക്കളെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് സ്വയം നിലനിൽക്കും എന്നാണ് അത് പറയുന്നത്. അങ്ങനെ നിലനിൽക്കുമ്പോഴോ, അങ്ങനെ നിലനിൽക്കുന്നതോടുകൂടി തന്നെ ഈ ദഹന പ്രക്രിയക്കായിട്ട് ഉപയോഗിക്കുന്ന ഊർജം മുഴുവൻ ശരീരം അതിൻ്റെ റിപ്പയർ വർക്കിന്, അതിൻ്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കും. അങ്ങനെ അത് രണ്ടാമത് തിരിച്ച് രോഗങ്ങൾ ഇല്ലാതാക്കി അത് ഒരു സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങുന്ന ഒരു പ്രതിഭാസമാണ് എന്നാണ്. എന്തായാലും നമ്മളെ ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 20ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെയൊക്കെ ഈ ഓട്ടോഫാഗിയുടെയും സാമാന്യാപേക്ഷികതയുടെയും അഹിംസയുടെയും മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ സിദ്ധാന്തങ്ങളുടെ അവതരണമേ നടന്നിട്ടുള്ളൂ. അതിന് വ്യാപകമായ ഒരു ലോകശ്രദ്ധ കിട്ടുകയോ അത് ആധിപത്യം പുലർത്തുകയോ ചെയ്തില്ല. നേരെ മറിച്ച് ഈ ആധിപത്യമൊക്കെ നിലനിന്നത് ചില മനുഷ്യരെ ചൂഷണം ചെയ്യാം എന്ന വ്യവസ്ഥയിലുള്ള, അതായത് ആ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നിലനിൽക്കുന്ന ആധിപത്യം ഉറപ്പിച്ച സാമ്രാജ്യത്വത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് അതിൻ്റെ സാമ്രാജ്യത്വത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഈ ആരോഗ്യ സംരക്ഷണം. ഈ ആരോഗ്യ സംരക്ഷണം ഇല്ലാതാവണമെങ്കിൽ അത്ര എളുപ്പമൊന്നും ഇല്ലാതാവണം. ആദ്യം മനുഷ്യനെ ചൂഷണം ചെയ്യുക, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ചൂഷണം ചെയ്യുക എന്ന ആ കൊളോണിയൽ രീതി പൂർണ്ണമായും ഇല്ലാതാണ്. അതില്ലാതായിട്ടില്ല. അത് നവ കൊളോണിയലിസമായിട്ട് പുതിയ രീതിയിൽ കരാറ്, UN എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇന്നും പ്രബലമാണ്. അത് എപ്പോഴില്ലാതാവുന്നോ അന്ന് മുതലേ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള അടിസ്ഥാന അവസ്ഥ ഉണ്ടാവുള്ളൂ, എൻവയൺമെൻറ്റ് ഉണ്ടാവുള്ളൂ.
പരിസ്ഥിതി ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയുടെ ചികിത്സ എന്നതിന് അടിസ്ഥാന പ്രമാണങ്ങൾ, അല്ലെങ്കിൽ ചികിത്സയുടെ, അന്നത്തേക്ക് ചികിത്സ എന്നത് പ്രകൃതിയുടെ അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് എന്താണ് നമുക്ക് ഈ ജീവൻ എന്ന പ്രതിഭാസത്തിൽ, സൗരയൂഥം എന്ന പ്രതിഭാസത്തിൽ, പ്രകൃതി എന്ന പ്രതിഭാസത്തിൽ മനുഷ്യൻ്റെതായ ഒരു പങ്കുമില്ല. അതിൻ്റെ സ്വയം ഒരു സ്വാഭാവികമായ പ്രയാണത്തിൽ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു പങ്കുമില്ല. മനുഷ്യൻ അതിൽപ്പെട്ട ഒന്നാണ് എന്ന് മാത്രം. അതിൻ്റെ ഉള്ളിലുള്ള ഒന്നാണ്. അതിനെ മാറ്റിമറിക്കാനോ അതിൻ്റെ ലക്ഷ്യം തകർക്കാനോ മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ അടിസ്ഥാനമായ ചില പ്രമാണങ്ങൾ ഞാൻ പറയും. ഒന്ന്, പ്രകൃതി സ്വയം സമ്പൂർണമാണ്. പ്രകൃതിയിൽ ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒന്നും അന്ന് ഒഴിവാക്കാനുമില്ല എന്നതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തത്, പ്രകൃതിയിൽ ആ പ്രകൃതിയുടെ താളം, പ്രകൃതിയുടെ രൂപം, പ്രകൃതിയുടെ മാറ്റങ്ങൾ എന്നതിൽ മനുഷ്യന് അല്ലെങ്കിൽ പുറമെയുള്ള ഒരു ജീവിക്കും, പുറമെയുള്ള ഒരു ഈ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാനില്ല. അത് അതിൻ്റേതായ ഒരു പ്രയാണത്തിൽ, അതിൻ്റേതായ ഒരു ദിശയിൽ അത് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിന് കാലം എന്ന ഒരു മാനം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആ മാറ്റം എന്നത് സ്വാഭാവികമാണ്, സദിശമാണ്. അത് എങ്ങോട്ടെങ്കിലും മാറുക എന്നുള്ളതല്ല, അതിന് അതിൻ്റേതായ പാന്താവിലുള്ള മാറ്റം തന്നെയുള്ളൂ. ഇപ്പോൾ ഭൂമി കറങ്ങുന്ന ഒരു പ്രത്യേക ദിശയിലാണ്. മാത്രമല്ല ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഒരു പ്രത്യേക പാന്താവിലാണ്. ചന്ദ്രൻ ഭൂമിയെ കറങ്ങുന്നത് ഒരു പ്രത്യേക ദിശയിലാണ്. ഇങ്ങനെ അത് മാറുക എന്നുള്ളത്, ഇപ്പോൾ കിഴക്ക് ഉദിക്കുന്നത് പടിഞ്ഞാറ് ഉദിക്കുക എന്നുള്ളത് സാധ്യമല്ല. ഈ മാറ്റം വേണം വിചാരിച്ചാൽ ആ മാറ്റം ഉണ്ടായ മാത്രം പോലെ അത് കൃത്യമായ ഒരു പാന്താവിലുള്ളതാണ്. ഏതുപോലെ ഇപ്പോൾ ഒരു ചക്കക്കുരു കുഴിച്ചിട്ടാൽ അത് മുളച്ചു വന്ന് ചെറിയ തൈയായി, പിന്നെ കുറച്ചു കാലം ഈ അതിന് വേണ്ട സൂര്യപ്രകാശം, പിന്നെ ജലം, അതേപോലെ ഫോട്ടോസിന്തസിനുള്ള സൗകര്യങ്ങളും എന്നതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു വളർന്ന് വലുതായി പന്തലിച്ച് പ്ലാവായി മാറും. ഈ പ്ലാവായി അനേകം കോടാനകോടി ചക്കക്കുരുകൾ അതിനുണ്ടാക്കാൻ കഴിയുമായിരിക്കും. എന്നല്ലാതെ അതിന് തിരിച്ച് ചക്കക്കുരു, ഈ വലിയ പ്ലാവിന് ഒരിക്കലും തിരിച്ച് മാറി ചക്കക്കുരു ആവാൻ അതിന് കഴിയില്ല. ഇതാണ് പ്രകൃതിയുടെ സമയത്തിൻ്റെ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ അനിവാര്യമായ ഒരു തലം നടത്തും, അല്ലെങ്കിൽ ഒരു മാനം. ഇത് അതിൻ്റേതായ ഒരു രീതിയിൽ മാത്രമേ പോവുള്ളൂ. അതല്ലാതെ ഈ മാറ്റത്തിൽ മനുഷ്യനോ അല്ലെങ്കിൽ മറ്റെന്തിനും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട്, അത് ദൈവത്തിൻ്റെ ആണെങ്കിൽ പോലും അതിന് സാധ്യമല്ല. എന്നിട്ടല്ലേ മനുഷ്യന്.
അപ്പോൾ അതാണ് അടുത്ത് 3. ഈ മാറ്റം എന്നത് എന്തൊക്കെ പറയുകയാണെങ്കിലും അത് എറ്റേണലാണെന്നർത്ഥം. മാറിക്കൊണ്ടേ, സ്വാഭാവിക മാറ്റം എന്നത് എറ്റേണലാണ്. അപ്പോൾ ജീവൻ എന്നത് എറ്റേണലാണ്. ആണ്. എങ്ങനെ? അതിന് ഉയർച്ച താഴ്ചകളുണ്ട്. അത് മറ്റു പലതുമായിട്ട് മാറുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളെ ജീവൻ അതില്ലാതാവുന്നു, ഉണ്ടാവുന്നു. അത് അമ്മയുടെയും അച്ഛൻ്റെയും അണ്ടവും കോശവും അണ്ടവും സ്പേമും കൂടിച്ചേരുമ്പോൾ അത് തുടങ്ങുന്നു. അതങ്ങനെ വലുതായി വലുതായി പുറത്തു വരുന്നു. പുറത്തുനിന്ന് പിന്നെയും വലുതായി വളർന്ന് അത് കുറേ ഇതേപോലുള്ള മാതൃകകൾ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഇല്ലാതാവുന്നു. അതില്ലാതാവുന്നെങ്കിലും അതിലെ ഒരു ബിന്ദു പോലും ഇല്ലാതാവുന്നില്ല. അത് മറ്റു രൂപങ്ങളിൽ, ചിലപ്പോൾ പുഴുവായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ചെടിയുടെ ഭാഗമായിട്ടായിരിക്കാം അത് നിലനിൽക്കുന്നു. എന്നല്ലാതെ ഇതിന് ഒരിക്കലും ഈ മാറ്റത്തെ, അത് സ്വാഭാവികമായ മാറ്റത്തെ ആർക്കും തടയാനാവില്ല. അപ്പോൾ ഈ മാറ്റം എന്നത്, ഈ ജീവൻ്റെ മാറ്റം എന്നത് പ്രകൃതിയുടെ മാറ്റത്തിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു മാറ്റത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് പ്രകൃതിയുടെ മാറ്റത്തിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു മാറ്റമാണ് ജീവൻ എന്നത് അർത്ഥം. ആ ജീവൻ എന്നതിൽ എന്തുള്ളൂ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലുള്ള സംവിധാനം. അത് ബാഹ്യമായ വസ്തുക്കൾ അകത്തേക്കെടുക്കുന്നു. ആന്തരികമായി പല കാര്യങ്ങളും ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നടത്തിയിട്ട് ആ സാധനങ്ങൾ പുറന്തള്ളുന്നു. അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് തള്ളുക, പുറത്തേക്ക് തള്ളുക, അകത്തേക്ക്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് മനുഷ്യന് ജീവൻ നിലനിർത്തണമെങ്കിൽ ശുദ്ധവായു, ഈ നിരന്തരമായ നമ്മളെ ബാഹ്യ പരിസ്ഥിതിയുമായി നിരന്തരമായ ഒരു കൊള്ളക്കൊടുക്കൽ നടത്തേണ്ടതുണ്ട്. കുറേ സാധനങ്ങൾ അകത്തേക്ക് എടുക്കുന്നു, കുറേ സാധനങ്ങൾ പുറത്തേക്ക് തള്ളുന്നു. ഈ ഒരു ബന്ധം ആണ്. അത് വായുവായിട്ടായിരിക്കാം, വെള്ളമായിട്ടായിരിക്കാം, ഭക്ഷണമായിട്ടായിരിക്കാം. അതൊക്കെ പൂർണ്ണമായിട്ട് അവിടെ നിൽക്കല്ല. അതിൽ പല വസ്തുക്കളും അകത്തേക്ക് എടുത്തിട്ട് അത് പുറത്തേക്ക് കളയുന്നു. അപ്പോൾ ഒരു ചെറിയ മാറ്റം നമ്മളെ ഈ സംവിധാനത്തിനകത്തുണ്ടാകും. അങ്ങനെ 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 ഇത് നിലനിൽക്കുന്ന ആ സംവിധാനം നിന്നാൽ തന്നെ അതിലെ ഓരോ കോശങ്ങളും ഓരോന്നും മറ്റ് പല രീതിയിൽ സ്വന്തമായിട്ട് നിലനിൽക്കാനോ ജീവിക്കാനോ ജീവൻ നിലനിർത്തിക്കൊണ്ടോ ഇരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ഒരു ജീവൻ എന്നത് ഒരിക്കലും ഒരു സ്ഥായിയല്ല. അതിന് അതിൻ്റേതായ ഒരു പ്രയാണമുണ്ട് എന്നേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഈ ജീവൻ നിലനിൽക്കുന്നത് ഒരു ജീവിയിലൂടെയല്ല, അത് പരമ്പരയിലൂടെയാണ് നടത്തുന്നത്. നമ്മളെ ജീവൻ നമ്മുടെ മക്കളിലൂടെ നിലനിൽക്കുന്നു, അത് പിന്നെ അവരുടെ മക്കളിലൂടെ നിലനിൽക്കുന്നു എന്നല്ലാതെ ഈ ജീവൻ എല്ലാ കാലത്തും എറ്റേണലായിട്ട് ഇവിടെ നിൽക്കുന്നതിൽ ആരും വിചാരിക്കുന്നുണ്ട്. അതാണ് അടുത്തത്. പിന്നെ അടുത്തത് ഈ മാറ്റത്തിനുള്ളിലൊരു മാറ്റമാണ് ജീവൻ എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് പ്രപഞ്ചത്തിൻ്റെ മാറ്റമായ ഇപ്പോൾ ഈ സൗരയൂഥത്തിൻ്റെ മാറ്റം, അതിൻ്റെ ഉള്ളിലുള്ള ഭൂമിയിലുള്ള ചലനം, അതിൻ്റെ ഉള്ളിലുള്ള ഈ എലമെൻസിൻ്റെ ഉള്ളിലുള്ള ആറ്റങ്ങൾ, ഇലക്ട്രോൺസുകളുടെ ഇടയിലുള്ള ഒരു ചലനം, ആ ചലനത്തിൻ്റെ ഭാഗമായിട്ടാണ്
ജീവൻ്റെ മാറ്റം. ആ ജീവൻ ഉണ്ടായിക്കഴിഞ്ഞ് അതിൻ്റേതായ വ്യവസ്ഥാപിതമായ രീതിയിൽ വളർന്ന് വികസിച്ച് റീപ്രൊഡ്യൂസ് ചെയ്ത് അത് ഒടുങ്ങുന്നു എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഈ മാറ്റം എന്ന സാധനം ഇല്ലെങ്കിൽ ജീവൻ തന്നെ ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞ അർത്ഥം. പിന്നെ ഈ ജീവൻ എന്ന് അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ്, ബാഹ്യമായ വസ്തുക്കളിൽ പലതും ഇമ്പോർട്ട് ചെയ്ത് സംസ്കരിച്ച് ആ സംസ്കരിച്ച വസ്തുക്കൾ പുറന്തള്ളുക എന്നതാണ് ജീവൻ എന്ന് പറഞ്ഞല്ലേ. അതെപ്പോൾ നിൽക്കുന്നോ ഈ നിരന്തരമായ വിനിമയം ബാഹ്യ ശരീരവുമായി ഉള്ള വിനിമയം എപ്പോൾ നിൽക്കുന്നോ ആ നിൽക്കുന്നതോടുകൂടി അതിനെ ബാഹ്യ ശരീരം എന്നും ആന്തരിക ശരീരം എന്നാണ് പിന്നെ ഫെഡറിക് എംഗൽസ്, അതായത് കാറൽ മാർക്സിൻ്റെ പിന്നെ ചങ്ങാതി ഫെഡറിക് എംഗൽസ് പിന്നെ വിശേഷിപ്പിച്ചത്. ഈ ആന്തരിക ശരീരവും ബാഹ്യ ശരീരവും തമ്മിലുള്ള നിരന്തര വിനിമയം എപ്പോൾ അവസാനിക്കുന്നോ ആ അവസാനിക്കുന്നതോടുകൂടി അത് ആ ജീവൻ ഇല്ലാതാവുന്നു എന്ന് പറയാം. പക്ഷെ അതിനിടയിൽ ആ ജീവൻ്റെ പതിപ്പുകൾ അതിന് ഉൽപ്പാദിപ്പിച്ച് അത് ജീവൻ നിലനിർത്താൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇതാണ് യഥാർത്ഥത്തിൽ ജീവൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് പൂർണ്ണമായും സത്യമാണെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്, തെറ്റാണ്. എൻ്റെ ഇതുവരെ ഉണ്ടായ എൻ്റെ വീക്ഷണത്തിലുള്ള ഒരു അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആരും എടുക്കണം എന്നില്ല. ഇത് ശരിയാണോ എന്ന് ഇത് കൂടുതൽ ഈ സമൂഹത്തിൻ്റെ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ഇത് ഉതകും എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളവർ മാത്രം ഇതെടുത്താൽ മതി. അതല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് എടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഇതിൽ യാതൊരു പ്രസക്തിയില്ല. ഇതിനെ മറ്റുള്ള എല്ലാ അബദ്ധങ്ങളെ പോലെ തന്നെ തള്ളിക്കളയാവുന്നതാണ്. അടുത്തതായിട്ട് ഇനി നമ്മൾ ചികിത്സ എന്നതിൽ കുറേ അന്ധവിശ്വാസങ്ങളാണ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയും. ഒന്ന്, ഈ പോഷക വസ്തുക്കൾ അതിൻ്റെതായ അളവിൽ കിട്ടിയാൽ മാത്രമേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബാഹ്യ ശരീരമായ നമ്മളെ അന്തരീക്ഷത്തിൽ നിന്ന് ആന്തരിക ശരീരമായ നമ്മളെ ശരീരത്തിനകത്തേക്ക് പല വസ്തുക്കളും സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മളെ ജീവൻ ഉള്ളൂ. ആ ആവശ്യമായ വസ്തുക്കളെ പോഷക വസ്തുക്കളിൽ നിന്നും അനാവശ്യമായ വസ്തുക്കളെ പാഷാണം എന്നും പറയാം. അതായത് ഈ പോഷക വസ്തുക്കൾ പോലും യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക അളവിലേ പാടുള്ളൂ. ആ പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച് കൃത്യമായ ഒരു അളവ് കിട്ടിയാൽ, അതിൽ കൂടുതൽ കിട്ടിയാലോ അത് തന്നെ പാഷാണമാവും. അത് തന്നെ അവരുടെ ജീവനെ ഇല്ലാതാക്കാനുള്ള ഒരു ഏജൻ്റാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോഷക വസ്തുക്കൾ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ പാഷാണമോ കുപോഷണമോ അല്ലെങ്കിൽ
മരണത്തിന് കാരണമാവുകയോ ചെയ്യും എന്നതിന് യാതൊരു സംശയമല്ല. ഇന്ന് ആധുനിക മനുഷ്യൻ്റെ പല രോഗങ്ങളും, ഇപ്പം പ്രമേഹം, പ്രഷർ, ഇല്ലാത്തവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഇതൊക്കെ തന്നെ നമ്മുടെ കുപോഷണത്തിൻ്റെ സന്തതികളാണെന്നോ അല്ലെങ്കിൽ അവയുടെ പ്രോഡക്റ്റാണെന്ന് ഇന്ന് ആധുനിക ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. ജീവിത രീതി രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിലെന്താ വേണ്ടത്? ആ കുപോഷണം ഒഴിവാക്കി യഥാർത്ഥ പോഷണം, പ്രകൃതിയുടെ ആഹാരം ഇതിലേക്ക് മടങ്ങിയാൽ ആ സ്വാഭാവികമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരും. സ്വാഭാവികമായ ആരോഗ്യം മാറാനുണ്ടായ കാരണം എന്താണ്? പ്രകൃതിയുടെ നിയമങ്ങൾ തെറ്റിച്ചതാണ്. പ്രകൃതിയുടെ നിയമം എന്താണ്? പോഷകവസ്തുക്കൾ ആവശ്യമായ അത്രമാത്രം കഴിക്കുക. പക്ഷേ പോഷകവസ്തുക്കൾ എന്ന പേരിൽ എന്നും മനുഷ്യൻ്റെ ശാസ്ത്രമനുസരിച്ച് കണ്ടെത്തിയ വസ്തുക്കളൊക്കെ നിങ്ങൾ അകത്തേക്ക് കഴിച്ചാൽ, അതും പ്രകൃതിയുടെ നിയമമനുസരിച്ചല്ലാതെ മനുഷ്യൻ്റെ ശാസ്ത്രമനുസരിച്ച് കഴിച്ചാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് വേവിക്കുക, അത് പ്രകൃതിയുടെ നിയമമല്ല. പ്രകൃതിയിൽ ഒരു ജീവിയും വേവിച്ച് കഴിക്കുന്നില്ല, നേരിട്ട് കഴിക്കുന്നതാണ്. ഈ തീ കണ്ടുപിടിച്ചതിന് ശേഷം, പാത്രം കണ്ടുപിടിച്ചതിന് ശേഷം, പിന്നെ അതിൽ ഇടാനുള്ള രാസവസ്തുക്കളും മറ്റ് കോണ്ടിമെൻസും സ്പൈസും കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ പാചകകലയും പാചക സയൻസും ഒക്കെ ഉണ്ടായത്. ഇതൊന്നും പ്രകൃതിയിലുള്ളതല്ല. മാത്രമല്ല, രാസവസ്തുക്കൾ, പല പല രൂപത്തിലുള്ള രാസവസ്തുക്കൾ, കെമിക്കൽ ആയ വസ്തുക്കളൊക്കെ ശരീരത്തിനകത്തേക്ക് കടത്തൽ പ്രകൃതിയിലില്ല. പ്രകൃതിയിൽ ജീവൻ എന്ന വസ്തു, പ്രത്യേകിച്ചും ജന്തുക്കൾക്ക് നിലനിൽക്കണമെങ്കിൽ സസ്യങ്ങൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ സൗരോർജം കാർബോഹൈഡ്രേറ്റുകളായി അവരുടെ ഭാഗമാക്കി വെക്കണം. അവരുടെ ഇലയിലോ പൂവിലോ കായിലോ അത് വെച്ചാൽ, അത് കഴിച്ചാൽ മാത്രമേ ജന്തുക്കൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സസ്യങ്ങളെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നും ജന്തുക്കളെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നും പറയുന്നത്. അപ്പം ഈ ജന്തുക്കളൊക്കെ തന്നെ സസ്യങ്ങളുടെ കൺസ്യൂമറുകളാണ്, അല്ലെങ്കിൽ ഉപഭോക്താക്കളാണ്, നിർമ്മാതാക്കളല്ല. ജീവൻ ഉണ്ടാക്കുക എന്ന, അല്ലെങ്കിൽ ജീവനിൽ ഈ ഊർജം ഉണ്ടാക്കുക എന്ന പരിപാടി ആർക്കില്ല, അല്ലെങ്കിൽ ഊർജ സംരക്ഷണം എന്ന പരിപാടി ജന്തുക്കൾക്കില്ല. അതൊക്കെ സസ്യങ്ങൾക്കേ ഉള്ളൂ, പച്ചിലക്കേ ഉള്ളൂ. അവരാണ് ഈ ഊർജ സംഭരണം നടത്തുന്നത്. ആ ഊർജം ഉപയോഗിച്ചാണ് ഈ ജന്തുക്കൾ ഒക്കെ ജീവൻ നിലനിർത്തുന്നതും വികസിക്കുന്നതും മറ്റും ഒക്കെ. അപ്പോൾ ഈ പോഷകങ്ങൾ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശാസ്ത്രം വികസിച്ചതോടുകൂടി ഓരോ പുതിയ കണ്ടെത്തലും അവൻ്റെ മെനുവിൽ മാറ്റങ്ങൾ വരുത്തി. ഈ മെനുവിലുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച
പ്രതികരണങ്ങളായിട്ടാണ് രോഗങ്ങൾ ഉണ്ടായത്. കൂടുതൽ ആഹാരം കഴിച്ചാൽ തടിയും കൂടും. അത് പ്രകൃതിയുടെ സ്വാഭാവികമായ ഭാഷയാണ്. അത് യഥാർത്ഥമാണ്. അത് ഒരിക്കലും കളവ് പറയാൻ ശരീരത്തിന് അല്ലെങ്കിൽ പ്രകൃതിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് കഴിയാത്തത് കൊണ്ടുണ്ടായതാണ്. ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ അമിതവണ്ണവും അമിതഭാരവും അമിത വയറും ഒക്കെ ഉണ്ടാവും. അതാണ് പ്രകൃതിയുടെ ഭാഷ. അതായത് കളവില്ലാത്ത, നുണയില്ലാത്ത ഭാഷ. ആ ഭാഷയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ, പ്രകൃതിയുടെ ഭാഷയായിട്ടും തന്നെയുള്ളതാണ് നമ്മുടെ ഈ ശരീരത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സ്വയം തോന്നുന്നത്. ഇപ്പം ദാഹം, വിശപ്പ്, മൂത്രശങ്ക, അപ്പിശങ്ക, ഇതൊക്കെ തന്നെ പ്രകൃതിയുടെ ഭാഷയാണ്. ഈ ഭാഷയിലാണ് യഥാർത്ഥ കാര്യങ്ങൾ നിൽക്കണമെങ്കിൽ അത് പ്രകൃതിയാണ്. നേരെ മറിച്ച് അതിനെ ധിക്കരിക്കുന്നത് പ്രകൃതി വിരുദ്ധമാണ്. ഉദാഹരണമായിട്ട് മൂത്രം ഒഴിക്കണം തോന്നി മൂത്രം ഒഴിക്കാതിരുന്ന ഇപ്പോൾ ഒഴിക്കണം തോന്നുക പ്രകൃതി വിരുദ്ധമാണ്. മറ്റുള്ള ഒരു ജീവികളും അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മൾ മനുഷ്യൻ്റെ ശാസ്ത്രത്തിൻ്റെ വികാസത്തോട് കൂടി പ്രകൃതിയിൽ നിന്ന് മെല്ലെ 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 അകലാൻ തുടങ്ങി. അതോടുകൂടിയാണ് നമ്മുടെ രോഗങ്ങൾ എന്ന പേരിലുള്ള ശരിക്കും പ്രകൃതിയുടെ രക്ഷപ്പെടുത്തൽ. പ്രകൃതിയിൽ ഒരിക്കലും ഈ ജീവന് എതിരായിട്ട് അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ജീവനെതിരായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ പക്ഷികളൊക്കെ പറക്കണം, അല്ലെങ്കിൽ ആപ്പിൾ താഴത്തേക്ക് വീണതിന് വേണം മേലേക്ക് പോകണം. പ്രകൃതി നിയമം അനുസരിച്ച് ജീവൻ അതാണ് ഞാൻ പറഞ്ഞത്, ജീവൻ സമ്പൂർണമാണ്. അതിന് ബാഹ്യമായ ഒരു നിർദ്ദേശമോ ഒരു സഹായമോ ഒരു അഡ്വൈസോ ഉപദേശമോ ഇതൊന്നും വേണ്ടതില്ല. അത് സ്വയം നിലനിൽക്കാൻ അതിന് കഴിയും. സൗരയൂഥം പോലെ അത് സൗരയൂഥം എന്ന് പറഞ്ഞ ഒരു ഈ സ്ഥൂല പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസം എന്നുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ ഗാലക്സി പോലെ. അതേപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ഈ ആറ്റത്തിലുള്ളത്. നമ്മുടെ ഓരോ ആറ്റത്തിലും അതിന് ഒരു സൗരയൂഥം പോലെ ഒരു ഇലക്ട്രോൺസിൻ്റെ ഇതുണ്ട്. അതേപോലെ ഒരു പ്രോട്ടോണും ന്യൂക്ലിയസും ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഈ സൂര്യനും ചുറ്റുപാടുമുള്ള സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും പോലെ നമ്മളെ ഓരോ ആറ്റത്തിനും ഒരു കേന്ദ്രമുണ്ട്. അതേപോലെ തന്നെ അതിനെ ചുറ്റുന്ന വസ്തുക്കൾ, അതായത് സർവത്ര ചലനമേ ഉള്ളൂ എന്നർത്ഥം. ഈ ചലനം അതിൻ്റെ സ്വാഭാവികമായ സദിശമായിട്ടുള്ള മാറ്റം തുടരുമ്പോൾ മാത്രമേ ഈ ജീവനും ഈ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതാണ് ഒന്ന്. പിന്നെ അടുത്തതായിട്ട് ഈ പോഷക വസ്തുക്കൾ തന്നെ ഒരു ആവശ്യത്തിന് മാത്രമേ വേണ്ടുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ അത് ശരിക്കും ശരീരത്തിൽ സ്വാഭാവികമായിട്ട് തന്നെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പം അമിതവണ്ണം, അമിതഭാരം, പിന്നെ ഇതൊക്കെ തന്നെ നിങ്ങൾ നോക്കുക. അതൊക്കെ തന്നെ അമിതമായ ഭക്ഷണത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതില്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അതില്ലാതാക്കണേ എന്തേ വേണ്ടുള്ളൂ? എൻ്റെ അഭിപ്രായത്തിൽ അമിതഭാരത്തിന്, അമിതവണ്ണത്തിന് നികുതി കെട്ടുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ വയറിൻ്റെ സർക്കംഫറൻസ് എടുക്കുക.
നെഞ്ഞിൻ്റെ സർക്കംഫറൻസിൽ. എപ്പോൾ നെഞ്ഞിനേക്കാളും കൂടുന്നു അതോടുകൂടി ആഹാരം കൂടിയിട്ടാണ് എന്നത് പ്രപഞ്ച സത്യമാണ്. ആ ആഹാരം ഒരാൾ മറ്റുള്ള ഈ അവനവന് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അവകാശപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആഹാരത്തിന് പുറമെ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് ഈ വയറ് വികസിച്ച് വരുന്നത്. അങ്ങനെ വരുന്ന അവർക്ക് ആധുനിക ഈ അതില്ലാതാക്കാൻ ഒന്നും പ്രയാസപ്പെടേണ്ടതില്ല. അത് ഒരു പ്രകൃതി വിരുദ്ധമാണ്, സാമൂഹ്യ വിരുദ്ധമാണ്, പ്രപഞ്ച വിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്ത് ചെയ്യാൻ, അതിനൊരു ടാക്സ് കെട്ടിയാൽ മതി. അതായത് നമ്മളെ സ്വത്തിന് ടാക്സ് കൊടുക്കുന്ന പോലെ നമ്മളെ വയറിന് ടാക്സ് കെട്ടുക, അല്ലെങ്കിൽ അമിതവണ്ണത്തിന് അമിതഭാരത്തിന് ടാക്സ് കെട്ടുക. ഇനിയിപ്പം ഭാരത്തിന് വേണ്ട, വയറിനായിക്കോട്ടെ. നിങ്ങൾ നെഞ്ചിനേക്കാളും കൂടുതലായിട്ടുള്ള സർക്കംഫറൻസ് വയറിനുണ്ടായാൽ ആ വയറിന് കൂടുന്നതിനനുസരിച്ച് അതിന് ടാക്സ് കെട്ടിയാൽ തന്നെ ശരിക്കും ആരോഗ്യം തിരിച്ചു വരും, പല രോഗങ്ങളും ഇല്ലാതാവും. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക ചികിത്സ എന്നതിൽ ഈ പോഷക വസ്തുക്കൾ തന്നെ അതിര് കടക്കുമ്പോൾ രോഗങ്ങളാവും. ഈ പാഷാണങ്ങൾ അല്ലെങ്കിൽ ഒരിക്കലും ഈ വ്യവസ്ഥക്ക് ആവശ്യമേ ഇല്ലാത്ത വസ്തുക്കൾ കഴിച്ചാലോ അപ്പോൾ രോഗങ്ങളുടെ മാലപ്പടക്കായിരിക്കും. അതങ്ങനെ പൂർണ്ണമായിട്ടും പാഷാണങ്ങളാണെന്ന് ബോധ്യമായ വസ്തുക്കളാണ് ഔഷധങ്ങൾ എന്ന പേരിൽ ആധുനിക വൈദ്യശാസ്ത്രം ഭയങ്കര ഗവേഷണങ്ങൾ നടത്തി, പരീക്ഷണങ്ങൾ നടത്തി, പ്ലാബോ എക്സ്പെരിമെൻസും ഒക്കെ നടത്തി നമുക്ക് തരുന്നത്. അതിന് എത്ര സാങ്കത്യം ഉണ്ട് എന്ന് നമ്മൾ കണ്ടറിയണം. അതൊക്കെ തന്നെ നമ്മളെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാറ്റുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ലക്ഷണങ്ങളും അതിൻ്റെ യഥാർത്ഥ രോഗത്തിൻ്റെ കാരണവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നുള്ളത് ഈ വരുന്ന കാലങ്ങളിൽ ശാസ്ത്രം കണ്ടെത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കണ്ടെത്താൻ ഏറ്റവും ആദ്യം എന്ത് വേണം ഞാൻ വെച്ചാൽ ചൂഷണം എന്നത്, ഒരു മനുഷ്യൻ, ഒരു ജനത മറ്റൊരു ജനതയെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചൂഷണം ചെയ്യുക എന്നുള്ള ആ ഒരു ചൂഷണ പർവം തകരണം. അതിനുശേഷം പക്ഷെ അതിനുള്ള ലക്ഷണങ്ങൾ മെല്ലെ മെല്ലെ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉക്രൈനിൽ, സൗദി അറേബ്യയിൽ, ഗാസയിൽ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന ലക്ഷണങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗാസയുള്ളതൊക്കെ വളരെ നിഷ്ഠൂരം, അതിനേക്കാളിലൊക്കെ എത്രയോ നിഷ്ഠൂരമായ രീതിയായിരുന്നു ഇവിടെ നമ്മളെ ജാലിയൻ വാലാബാഗിലും അതേപോലെ തന്നെ നമ്മുടെ തിരൂരിൽ നടന്ന വാഗൺ ട്രാജഡിയൊക്കെ. അതൊന്നൊക്കെ ഇല്ലാതായില്ലേ? അതന്ന് സ്വാഭാവികമായിരുന്നു. എന്തിന്? പുഴുക്കൾ, മനുഷ്യരെ പുഴുക്കൾ എന്നാണ് വിൻസ്റ്റൺ ചർച്ചിലൊക്കെ ഇന്ത്യക്കാരെ പുഴുക്കൾ എന്നുള്ള ആൾക്കാർ കാട്ടി. ചത്തില്ലല്ലോ എന്നാണ് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്. ഈ പാവം വിൻസ്റ്റൺ ചർച്ചിൽ എവിടെ എത്തി? 10 കോടി ജനങ്ങളെ കൊല്ലാൻ വെറും 40 കൊല്ലം കൊണ്ട് ഈ യൂറോപ്യൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിനായി എന്നാണ് ഇപ്പോൾ എഡിൻബർഗ് സർവകലാശാലയിലെ ഒരു ഗവേഷകർ തെളിയിച്ചിട്ടുള്ളത്. അത്
നമ്മൾ ഇന്ത്യക്കാരല്ല കേട്ടോ, വെള്ളക്കാരൻ. 1880 മുതൽ 1920 വരെയുള്ള 40 കൊല്ലം കൊണ്ട് 10 കോടിയിലധികം ജനങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യക്കാരുടെ ഭരണക്രമം കൊണ്ട് തകർന്നു തരിപ്പണമായി എന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നും ഗാസയിൽ കാണുന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ അതും ഇല്ലാതാവും എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ഒരു പ്രയാണമാണ് ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയുടെ ആധിപത്യം, അതായത് ഒരു തരം മനുഷ്യർക്ക് മറ്റുള്ള പ്രദേശങ്ങളെയും അവിടെയുള്ള മനുഷ്യരെയും അവരുടെ സമ്പത്തും ഒക്കെ അവകാശപ്പെട്ടതാണ്, ചൂഷണം ചെയ്യാം. അത് പല രൂപത്തിൽ, ആയുധം കൊണ്ടാവാം, അല്ലെങ്കിൽ അറിവ് കൊണ്ടാവാം, സാങ്കേതിക വിദ്യ കൊണ്ടാവാം, പാറ്റൻ്റ് കൊണ്ടാവാം. എന്നതൊക്കെ ഇല്ലാതായി എല്ലാവരും അന്യോന്യം സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാം പ്രകൃതി ഇവിടെ തന്നിട്ടുണ്ടെന്നും അത് ഉപയോഗിച്ചാൽ ഒരാളെ ചൂഷണം ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല എന്നും തോന്നുന്ന ഒരവസ്ഥയിൽ മാത്രമേ യഥാർത്ഥ അഹിംസയുടെ ശാസ്ത്രം, സാമാന്യ ആപേക്ഷികതയുടെ ശാസ്ത്രം, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ശാസ്ത്രം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോഴേ മാത്രമേ ഇന്നുള്ള ഔഷധങ്ങളൊക്കെ പാഷാണമായിട്ട് തന്നെ പടച്ച, പൂർണ്ണമായും പാഷാണമായ വസ്തുക്കൾ നേർപ്പിച്ച് എത്ര നേർത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായ ശരീരത്തിൻ്റെ ജീവൻ്റെ മാറ്റങ്ങളെ പാടെ തിരസ്കരിച്ച് അത് ഇതുകൊണ്ടാണെന്ന് ആരോപിച്ച് ഈ മരുന്ന് കൊണ്ടാണ്, ഈ ഔഷധം കൊണ്ടാണ്, ഇതുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത് എന്ന് ആരോപിക്കുക എന്നുള്ളത് മാത്രമേ ഈ മെഡിക്കൽ സയൻസ് കൊണ്ട് കാര്യമുള്ളൂ. മെഡിക്കൽ സയൻസിൻ്റെ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് സ്വാഭാവികമായ പോഷക വസ്തുക്കളല്ലാത്ത വസ്തുക്കൾ, പോഷകേതര വസ്തുക്കൾ അല്ലെങ്കിൽ പാഷാണങ്ങൾ നേർപ്പിച്ച് അതിൻ്റെ ഇന്ന മാത്രയിലാണെങ്കിൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്താൽ എങ്ങനെ നിങ്ങളുടെ ഈ രോഗം അപ്രത്യക്ഷമാവുന്നു, ഇല്ലാതാവുന്നു എന്ന ഒരു ടൈം ടെസ്റ്റിംഗ്, ഒരു സമയ പരിശോധന മാത്രമേ നമുക്ക് മെഡിക്കൽ സയൻസിൻ്റെ ഗവേഷണത്തിൽ നടത്താൻ കഴിയുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് ശരീരത്തിന് പ്രത്യേകമായി, ജീവന് പ്രത്യേകമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും അവഗണിക്കാനോ മാറ്റി നിർത്താനോ സാധ്യമല്ല. കാരണം എന്താ? ജീവൻ എന്ന വസ്തു ഇല്ലാത്തിടത്തോളം കാലം ഈ ഒരു ഔഷധത്തിനും ശരീരത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജീവൻ ഈ ഔഷധങ്ങളോട് അങ്ങോട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഈ ഔഷധങ്ങൾക്ക് യാതൊരു ശക്തിയുമില്ല. ജീവനാണ് ശക്തി. ഈ ജീവൻ്റെ ശക്തി ഉണ്ടെങ്കിൽ എന്ത് വേണം? ആ ജീവൻ ഉണ്ടാവണം. ജീവൻ ഉണ്ടെങ്കിൽ ഈ പോഷകവസ്തു അല്ലാത്ത ഈ പാഷാണം അങ്ങോട്ട് കൊടുത്താൽ ശരീരം പ്രതികരിക്കും. ആ പ്രതികരണം ഈ ജീവൻ ഈ പാഷാണത്തിൻ്റെ
യഥാർത്ഥ ഫലമാണ്, പ്രവൃത്തിയാണ് എന്ന് തെറ്റിദ്ധരിക്കലാണ് യഥാർത്ഥത്തിൽ ഈ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ ചെയ്തിട്ടുള്ളത്. അതായത് ഈ പാഷാണത്തിന് അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു രാസവസ്തുവിന് ജീവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് ജീവൻ അതിനോട് പ്രതികരിക്കും. ആ ജീവൻ അതിനോട് പ്രതികരിക്കുന്നത് ഒരിക്കലും ഈ രാസവസ്തുവിൻ്റെ കഴിവുകൊണ്ടല്ല, ജീവൻ്റെ കഴിവുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ് തോന്നുന്നു. എന്തായാലും അതാണ് അടുത്ത ഒരു കാര്യം നടത്തുന്നത്. അപ്പോൾ പാഷാണങ്ങളെ അതിര് നിശ്ചയിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് എന്നോ അല്ലെങ്കിൽ ഫാർമക്കോളജി കൊണ്ടോ അല്ലെങ്കിൽ ഫാർമസി സയൻസ് കൊണ്ടോ ഉദ്ദേശിക്കുന്നത്. അതായത് ഏത് വിഷവും എടുത്തിട്ട് ഒരു നിശ്ചിതമായ മാത്രയിൽ അത് നേർപ്പിച്ച് അത് നിങ്ങൾ രോഗികൾക്ക് കൊടുത്തു വെക്കുക. രോഗികൾക്ക് കുറേശ്ശെ അഡ്മിനിസ്റ്റർ ചെയ്താൽ അത് നിങ്ങളെ ഒരു മെഡിക്കൽ ഗവേഷണമാണ്. എത്ര ആൾക്കാരെ രോഗം ഈ ഇന്ന ദിവസം കൊണ്ട്, ഒരു 60 ദിവസം കൊണ്ട് മാറിയോ? ആ മാറിയതിന് കാരണം ഇതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രോഗം മാറാൻ പല പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാന കാരണം അയാളുടെ മാനസികമായ ഓറിയൻറ്റേഷനാണ്. ഈ ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങളെ ശരീരത്തിൽ രോഗം മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ അയാൾ ഈ കൊടുക്കുന്ന മരുന്ന് കൊണ്ടാണ് മാറുന്നത്, അത് മാറും എന്ന് അയാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തായാലും രോഗം മാറും, ശരീരം തന്നെ മാറ്റും. അത് നിങ്ങളെ ഈ ഔഷധം എന്ന് പറഞ്ഞ് ശാസ്ത്രീയ ഔഷധം വേണമെന്നില്ല, ആത്മീയമായ ഒരു ദിവ്യനെക്കുറിച്ചുള്ള ബോധമായാലും മതി. ഇപ്പം മുടി വെച്ച വെള്ളമായാലും ആ മുടിവെള്ളം ഉണ്ടല്ലോ, അതായാലും മതി. ഇനി അതെല്ലാം ആയത്തുൽ കുർസി 4 പ്രാവശ്യം ഓതിയാൽ മതി, അല്ലെങ്കിൽ രാമായണത്തിലെ സ്തോത്രങ്ങൾ ഒരു 10 പ്രാവശ്യം ചൊല്ലിയാൽ അസുഖം മാറും എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതേ ഈ ഔഷധത്തിൻ്റെ അതേ ഇഫക്റ്റ് ശരീരത്തിലുണ്ടാവും എന്നതല്ലാതെ ഈ ഔഷധങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വാഭാവികമായ ജീവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കഴിവുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതായത് ജീവന് അങ്ങോട്ട് പ്രതികരിക്കാനല്ലാതെ ജീവനെ തിരിച്ച് ജീവനെ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാൻ ഈ ഔഷധങ്ങൾക്കോ പാഷാണങ്ങൾക്കോ, ഔഷധങ്ങൾ എന്ന് പേരിട്ടുള്ള ഒരു പാഷാണത്തിനും കഴിയില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ജീവനിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജീവൻ രക്ഷാ മരുന്ന് കൊടുത്തു നോക്കി, അയാൾ രണ്ടാമത് തിരിച്ചു വരുമോ? അങ്ങനെയാണെങ്കിൽ ശരിയാണ്, നമ്മൾ അംഗീകരിച്ചു. എന്തായാലും ഇത്രേ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ അഭിപ്രായത്തിൽ ഈ ഔഷധ ചികിത്സ എന്നത് ചൂഷണപർവത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അത് പാഷാണ ചികിത്സയാണ്. മാത്രമല്ല അത് പിശാചിൻ്റെ ചികിത്സയാണ്. അത് പ്രകൃതിയുടെ ചികിത്സയല്ല, ദൈവത്തിൻ്റെ ചികിത്സയല്ല, അത് പിശാചിൻ്റെ ചികിത്സയാണ്. പിശാച് പല രൂപത്തിൽ വരും. കൂട്ടിട്ട് വരും, കുഴലിട്ടിട്ട് വരും, മറ്റ് പല 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 മാന്ത്രികനായിട്ട് വരും. അത് ചിലപ്പോൾ മുടിയിലെ വെള്ളമായിട്ട് വരും. അങ്ങനെ മനുഷ്യനുള്ള മാനസികമായ അവൻ്റെ വിശ്വാസം, അവൻ്റെ സംസ്കാരം, അവൻ്റെ ബോധം അതിനനുസരിച്ചൊക്കെ വരാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
എന്തായാലും അങ്ങനെ ഈ ഔഷധ ചികിത്സ എന്നത് ജീവനൊന്നായിട്ട് അപകടമാണ്, ഒഴിവാക്കേണ്ടതാണ്. ഏതുപോലെ മണ്ണിൽ നമ്മൾ രാസവളങ്ങളും കീടനാശിനിയും രാസവസ്തുക്കളും ഏൽപ്പിച്ച് അത് കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെ ജീവൻ ഇല്ലാതാവുന്നു, അതേപോലെ തന്നെ ഈ ഔഷധങ്ങൾ നമ്മളെ ശരീരത്തെ നശിപ്പിക്കും. എങ്ങനെയാണോ ഒരു മണ്ണിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ മണ്ണിൽ നിലനിൽക്കുന്ന എല്ലാ ജീവികൾ, സൂക്ഷ്മജീവികൾ മുതൽ പിടിച്ച് സ്ഥൂലജീവികൾ, തിമിംഗലം, അതേപോലെ തന്നെ ആന പോലുള്ള വലിയ ജീവികൾ അടക്കമുള്ള എല്ലാ ജീവികളുടെയും ഒരു ജീവൻ്റെ കൂട്ടായ്മ, അതാണ് ആ മണ്ണിൻ്റെ ജീവൻ. ഈ മണ്ണിൻ്റെ ജീവൻ കൂട്ടാൻ, അതിൻ്റെ എണ്ണം കൂട്ടാൻ ഒരു രാസവസ്തുവിനും കഴിയില്ല. അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് സൂര്യപ്രകാശം, പച്ചിലകൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവൻ്റെ ഒരു സമൃദ്ധിയുണ്ട്. ആ സമൃദ്ധി നിലനിർത്താൻ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഒരു രാസവസ്തുവില്ല. ഒരു രാസവസ്തുവും നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതായത് കാട്ടിലെ ഒരു സസ്യത്തിന്, ഒരു മരത്തിന് ഉണ്ടാവുന്ന വിളവ് അത് സ്വാഭാവികമായി ഉള്ള പരിസ്ഥിതിയിലായതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന വിളവുകൾ നാട്ടിലുള്ള സസ്യങ്ങളെക്കാളൊക്കെ എത്രയോ കൂടുതലാണ്. നിങ്ങൾ കാട് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അത് ഉണ്ടാക്കാൻ സ്വാഭാവികമായ പ്രകൃതിയിലുള്ള നിയമങ്ങൾ മാത്രമേ പറ്റുള്ളൂ. ഒരു രാസവസ്തുവിനും ഒരു സസ്യത്തിനും കൂടുതൽ വിളവുണ്ടാക്കിത്തരാൻ, പ്രകൃതി നിശ്ചയിച്ചതിലും കൂടുതൽ വിളവുണ്ടാക്കിത്തരാൻ കഴിയും എന്നത് നമ്മളെ ആധുനിക ചൂഷണപർവമായ ഈ വെസ്റ്റേൺ സയൻസിൻ്റെയും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെയും ഒരു പ്രിൻസിപ്പിൾ മാത്രമാണ്. അതിന് അടിത്തറയില്ല, ശാസ്ത്രീയമായ അടിത്തറയില്ല എന്നും അത് ഏറ്റവും നന്നായിട്ട് ഉണ്ടാകുന്നത് അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയിലാണെന്നും അത് നിരന്തരം ശരീരം, കാട്ടിലെ മണ്ണിൻ്റെ സമൃദ്ധി, കാട് എത്ര കണ്ട് കൂടുതൽ കാലം നിലനിൽക്കുന്നു അതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും. കാട്ടിലെ മണ്ണെടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി, അത് ശരിക്കും കൃഷിക്ക് ആവശ്യമായ രീതിയിൽ ശരിക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ ഓക്സിജനും ഇതൊക്കെ അടങ്ങിയ നല്ല ഒരു പരുവത്തിലുള്ള മണ്ണാണ്. ആ മണ്ണ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല, പക്ഷേ അതിൻ്റെ രീതി മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയും. അതായത് ഒരു രാസവളവും ഒരു കീടനാശിനിയും മണ്ണിനോ ശരീരത്തിന്, സസ്യങ്ങൾക്കോ അവയുടെ വിളകൾക്കോ പോസിറ്റീവായ ഒരു ഗുണവും അഭിവൃദ്ധിപരമായ ഒരു ഗുണവും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മുടെ സുഭാഷ് പലേക്കറുടെ സീറോ ബജറ്റ് ഫാമിങ്ങും അതേപോലെ തന്നെ ദബോൽക്കറുടെ നെറ്റൂക്കോ കൾച്ചറും അതിൻ്റെ മുമ്പ് ഫുക്കൂക്കയുടെ ഒറ്റ വൈക്കോൽ വിപ്ലവവും എങ്ങനെ തുറന്നു കാണിച്ചോ അതേപോലെ ഉള്ള ഒരു സംവിധാനമാണ് അഹിംസയിലൂടെ യഥാർത്ഥത്തിൽ
നമ്മളുടെ പ്രകൃതിയുടെ ചികിത്സ. എന്ന ഓർത്തോപ്പതി എന്നും ഈ ആധുനിക കാലത്ത് ഓട്ടോഫാഗി എന്നും പറയുന്ന ചികിത്സ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതിന് ആദ്യം വേണ്ടത്, പ്രാഥമികമായ അടിത്തറയായി വേണ്ടത്, മനുഷ്യനെ ചൂഷണം ചെയ്യുക. ഒരാളുടെ അധ്വാനം മറ്റൊരാൾ ചൂഷണം ചെയ്യുക എന്ന മനുഷ്യ നിർമ്മിത വ്യവസ്ഥിതി അത് മാറ്റണം. അത് ദൈവത്തിൻ്റെതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി, ദൈവം ഒരിക്കലും മനുഷ്യനെ രണ്ടായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും തുല്യത, സമത്വം എന്ന നിലക്ക് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ സൃഷ്ടികളാണ് നമ്മളെന്നും നമുക്കെല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അർഹതയുണ്ടെന്നും, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ വന്ന മുദ്രാവാക്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണമെന്നും ഉള്ള ഒരു ബോധം, അതിന് ആധിപത്യം ലഭിക്കുമ്പോൾ മാത്രമേ മനുഷ്യകുലം കൂടുതൽ ശരിയിലേക്ക് അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ പിച്ച വെക്കുകയുള്ളൂ എന്നും, അതോടുകൂടി ഈ മനുഷ്യൻ ചെയ്ത പാതകങ്ങളെ അൺഡു ചെയ്യാൻ മനുഷ്യനാവുമെന്നും, അതുവഴി നമ്മൾ മരുഭൂവൽക്കരിച്ച മരുഭൂമികളാകെ മലർവാടികളാവും എന്നും, ഇവിടെ പെയ്യുന്ന സൂര്യപ്രകാശം പിടിച്ചെടുക്കുന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ പച്ചിലകൾ സംഭരിക്കുന്ന ഊർജത്തിൻ്റെ വളരെ 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 നെഗ്ലിജിബിളായ ഒരു ഭാഗം മാത്രമേ മനുഷ്യൻ ഇവിടെ ലോകത്ത് ഇപ്പോൾ ഉള്ളതിൻ്റെയും 10 ഇരട്ടിയല്ല 100 ഇരട്ടിയായാലും ജീവൻ നിലനിർത്താൻ, അത് സമ്പന്നമായ രീതിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ളൂ എന്നും തെളിയുന്ന, ശാസ്ത്രം തെളിയിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വിനീത വിധേയനാണ് ഞാൻ. ഇത് നിങ്ങളാരും വിശ്വസിക്കരുത്. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശാസ്ത്രത്തിന് അനുകൂലമായതുണ്ടോ, പ്രതികൂലമായതുണ്ടോ, ശാസ്ത്രവിരുദ്ധമായതുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് മാത്രമേ എനിക്ക് അപേക്ഷയുള്ളൂ. എന്തായാലും ഇപ്പം തന്നെ 1 മണിക്കൂറോളമായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തട്ടെ. ഈ അടുത്ത ദിവസങ്ങളിൽ, നാളെ 2-ാം തീയതിയാണ്, 2-ാം തീയതി നമുക്ക് വേറെ പരിപാടികളുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ഈ സാമാന്യ ആപേക്ഷികത അല്ലെങ്കിൽ അഹിംസ എന്നത് വിദ്യാഭ്യാസത്തിൽ എങ്ങനെയാണെന്നും രാഷ്ട്രീയത്തിൽ എങ്ങനെയാണെന്നും കൃഷിയിൽ എങ്ങനെയാണെന്നും എന്നതിനെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആവുമ്പോഴേ അവയുടെ ഒപ്റ്റിമം ലെവലിലുള്ള പോസിറ്റീവായ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർ ഇത് ഒരിക്കലും വിശ്വസിക്കരുത്. എനിക്ക് യാതൊരു നിർബന്ധമില്ല അത് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളിതൊക്കെ അനുകരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ പ്രചരിപ്പിച്ചോളൂ, വിരോധമില്ല. കാരണം അത് മാത്രമാണ് ആധുനിക മനുഷ്യന് കൂടുതൽ ശോഭനമായ ഒരു ഭാവി ഉറപ്പ് നൽകുന്നത് എന്ന് എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ. ഇത്രയേ പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.